നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇവിടെ കാലിൽ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ദാബേല കിടക്കാൻ ഞാൻ ഇപ്പോൾ രാത്രി ഇവിടെ ഓൾട്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ ഇടാൻ പറ്റില്ല. ഡീസല് സ്റ്റെപ്പിന് ഇതൊന്നും ഉണ്ടാവില്ല, ടയർ പോലും ഉണ്ടാവില്ല. നേരം വെളുത്ത് കണ്ണോത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ മണ്ണിലേക്ക് കിടക്കാം. അങ്ങനെ സ്ഥലങ്ങളാ. അപ്പോൾ ഡാബയും അല്ലെങ്കിൽ പമ്പ്, പെട്രോൾ പമ്പിലേക്ക് കിടക്കാം. അവർക്ക് കാലത്ത് തന്നെ എന്തെങ്കിലും കൊടുക്കണം ചായ കുടിക്കാൻ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഡീസലിനും ടയറും നമുക്ക് ഉണ്ടാവില്ല. വണ്ടികൾ എടുക്കാനല്ല ഇതൊന്നും അല്ലായിരുന്നു. ഇന്നലെ വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. ആ വണ്ടികൾ പോകണ്ട, ഇവിടെ എടുക്കുക വണ്ടികൾ. ഇവിടെ കിടക്കുന്നുണ്ട് രാജസ്ഥാൻ വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി? ഇതുപോലെ ഇവിടെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കും. അങ്ങനത്തെ സംഭവങ്ങളാ. കാറ് പോകണം. കാറൊക്കെ ചുട്ടപ്പെടാൻ നമ്മളടുത്ത സ്പീഡല്ല ഇവിടെ ചിലപ്പോൾ 120 150 പോകും. ഹൈവേ അല്ലേ, ടിപ്പർ വേണ്ട. കാലത്തന്നെ നമ്മുടെ വണ്ടിയുടെ മൂക്കൊന്ന് കഴുകി ബാക്ക് ഭാഗമൊക്കെ അത് കഴുകി ഇട്ടേക്കണം. ഇവിടെ പൊടിയാണ്. വണ്ടികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പൊടി പറക്കും. ഇതാ ബല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ആ കാലത്ത് തന്നെ ആൾക്കാരെ ഇങ്ങനെ ബൈക്കിന് ഓരോരുത്തർ വന്ന് ചായയും അത് കുടിക്കണം. ലാബാണ് അപ്പുറത്ത് കാണുന്നുണ്ടാ. ആ കാണുന്ന ചെറിയ കട സിഗരറ്റ്, അതുപോലെ വിമൽ, ഗുഡ്ക ഗിഡ്ക എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ. കള്ള് വരെ കിട്ടും. നമ്മളവിടെ എവിടെയെങ്കിലും ഇത് ക്വാർട്ടർ വെച്ച് കഴിഞ്ഞാൽ അപ്പം പോലീസുകാർ എക്സൈസുകാരൊന്ന് ചാർജ് ചെയ്യും. ഇവിടെ പോലീസും വരില്ല, എക്സൈസുകാരും വരില്ല, ഒരാളും വരില്ല. ഇവിടെയൊക്കെ തീരുമാനിക്കുന്ന ഇവിടെ ആൾക്കാരാ. പോലീസുകാരൊക്കെ 3-ാം സ്ഥാനത്താണ്. നല്ല മഞ്ഞ. ഇവിടെ വൈകുന്നേരം 5 മണി ആയിക്കഴിഞ്ഞാൽ 7 മണിയുടെ പ്രതിവിധിയാണ്. നമ്മുടെ നാട്ടിൽ 7 മണി ആയിക്കഴിഞ്ഞാൽ ഒരു ഇർട്ടാവും. ഇവിടെ 5 മണി ആയിക്കഴിഞ്ഞാൽ ഇർട്ടായി. പട്ടിക്കുഞ്ഞുങ്ങളുണ്ടാകും. കുറേ ഉണ്ട് ഇവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ. പട്ടിക്കുഞ്ഞുങ്ങളുള്ളൂ. ഈ പട്ടിക്കുഞ്ഞുങ്ങൾ കുറയ്ക്കുമ്പോൾ വലിയ പട്ടികൾ വരും. ഇവിടെ കാവൽക്കാർ വരും. നമ്മുടെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഒരു 5 രൂപ ഐറ്റം ചിലവാക്കണം. ബിസ്ക്കറ്റ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ആ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടെ 5 രൂപ ആരെങ്കിലും കൂടെ അയപ്പണിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5 രൂപ പട്ടികൾക്കും പൂച്ചകൾക്കൊക്കെ ബിസ്ക്കറ്റും ഇതൊക്കെ മേടിച്ചെടുക്കും. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യമില്ല, ഒന്നുമില്ല. അങ്ങനെ പോകണായിട്ട് അങ്ങനെ തട്ടിമുട്ടി നമ്മുടെ നാട്ടിലുള്ളവന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൊറോണ അല്ല പണ്ടാറ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എടുക്കണം. അവർക്ക് ചായ, അവർക്ക് ചോറ്, മറ്റവർക്ക് എന്ത് കാര്യം. 100 രൂപ കിട്ടിയാൽ അതിലൊരു 20 രൂപ മാറ്റി വെക്കുക പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 150 രൂപ മാറ്റി വെച്ചോ, തെറ്റില്ല. 850 രൂപ എൻ്റെ കയ്യിലില്ലേ. നല്ല കാര്യങ്ങൾ ചെയ്യുക. എല്ലാവരും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എനിക്കും ഉണ്ടാകണം, എനിക്ക് കിട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല. പണ്ട് നമ്മുടെ മണി പറയും ഇടയ്ക്ക്, ദൈവം പിന്നിലെവിടെ ഉള്ളൂ. അതേ മണി തന്നെ പിന്നെ പറയും, ദൈവം ഇപ്പോൾ സ്പോട്ടിലാണ് പണിയും എന്ന് പറയും. ദൈവം ഇപ്പോൾ സ്പോട്ടിലാണ് പണിയിടുന്നത്. അതുകൊണ്ട് ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ലത്. നമ്മൾ 10 രൂപ ഇട്ടിക്കഴിഞ്ഞാൽ അതിന് 5 രൂപ എടുത്ത് കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് ദാനം ചെയ്യുക. നമ്മളുള്ള മാതിരി എല്ലാം ചെലവെന്ന് പറയില്ല. അതൊക്കെയാണ് സംഭവങ്ങൾ.
അവിടെ താടി നിൽക്കലാണ്. ഇത് അവിടെ മുതലാളി താടി. അങ്ങനെ കാലത്ത് തന്നെ ഏറ്റു പല്ല് വെച്ച് ബാത്റൂമിൽ പോയി ചായ കുടിച്ച് വണ്ടിയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ടയർ മാറണം, പണികളുണ്ട്. അല്ല 3 ആൾ പോകണ്ട വണ്ടിയമ്മ. നമ്മളവിടെ 3 ആൾ പോയാൽ നമ്മുടെ സർക്കാർ അപ്പം ചാർജ് ചെയ്യാൻ പറയും. ഇവിടെ 3 ആൾ 4 ആൾ പോയാൽ പോലീസുകാർ മുമ്പിൽ കൂടെ പോയാൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ അറബി രാഷ്ട്രം കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിയമം കേരളത്തിലാണ്. തുപ്പിയ നിയമം, മൂത്രമൊഴിച്ച നിയമം, ഷർട്ട് മാറിയ നിയമം, മുണ്ട് മാറിയ നിയമം, ട്രൗസർ മാറിയ നിയമം, ഭയങ്കര നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ. എന്നാലും ഉള്ളവന്മാർ അതുപോലെ നിയമം എല്ലാം പാലിക്കണ്ട. അവന്മാരൊക്കെ കാറ്റിൽ പരത്തും കഴിഞ്ഞിട്ട് നടക്ക് വേണ്ട. 3 ആൾ പോകണ്ട ബൈക്കുമ്മേ ആണാ. നമ്മളവിടെ അതുപോലെ പോയി കഴിഞ്ഞാൽ കാലത്ത് തന്നെ പല്ല് പോലും നയിക്കാണ്ട് പോലീസ് റോട്ടി വന്നും കഴിഞ്ഞിട്ട് ഇപ്പോൾ ചാർജ് ചെയ്യും. എന്തിനാണ് അവരുടെ വീട്ടിലൊക്കെ, അല്ലാണ്ട് സർക്കാരിനല്ല. ഈ ഓരോരുത്തന്മാർ ഭരിക്കാൻ വേണ്ടി കയറിയിരിക്കും, എന്നിട്ട് ഓരോ നിയമങ്ങൾ പാസ്സാക്കും. അത് ഉദ്യോഗസ്ഥന്മാർ വഴിയിൽ നിന്ന് വണ്ടിക്കാരെ പിടിച്ച് പണ്ടാറണം. ഇവിടെ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല ഇവിടെ. പിന്നെ വലിയ ഇത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയത് തരികട സൈഡിൽ നിന്ന് ഓരോ പണി ഉണ്ടാവുക. അല്ലാണ്ട് എല്ലാവരും ദ്രോഹിക്കുന്ന പരിപാടിയില്ല. പിന്നെ കളവും പണ്ടറക്കുക അതെല്ലാ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലില്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭമായിരിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, ഈ ലോഡ് കയറ്റിയിട്ട് നമുക്ക് കാണാം.